പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച MES കോളേജ് കൊച്ചി AICTE അംഗീകാരവും MG യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ BCom ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, BCom ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, BCom മാർക്കറ്റിംഗ്, BBA, BCA, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേർണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് 2024-25 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു. യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് 3 വിഷയങ്ങൾക്ക് 80% കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു. ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു. MES കോളേജ് കൊച്ചി, മുണ്ടംവേലി, നിയർ തോപ്പുംപടി, കൊച്ചി. കോൺടാക്ട് 0484298067 7902980067. പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആഘോഷിച്ചു. പറവൂർ വെസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര സഹകരണ ദിനം ആചരിച്ചു. ബാങ്ക് അംഗണത്തിൽ പ്രസിഡന്റ് MC രാജു സഹകരണ പതാക ഉയർത്തി സഹകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭരണസമിതി അംഗങ്ങളായ വിജയ് ജോയ്, PV എലിയാസ്, ഡെന്നി തോമസ്, ജോസഫ് മെൻഡസ്, TK നടരാജൻ, ജെസി ജോയ്, ശിവശങ്കരപ്പിള്ള, ശശികുമാർ, സുലത എന്നിവർ പങ്കെടുത്തു. ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനയാണ് സഹകരണം. മഹാനായ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് സഹകരണം എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചതും കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുണ്ടായി. ഈ സഹകരണം ലോകത്തിൻ്റെ, ഇന്ത്യയുടെ സാധാരണക്കാരുടെ, ജനങ്ങളുടെ അവരുടെ മുഴുവൻ കെട്ടുറപ്പിന് വേണ്ടിയാണ് സഹകരണ മേഖലയ്ക്ക് രൂപം നൽകിയത്. സഹകരണം എന്ന് പറയുമ്പോൾ ഇന്ന് ലോകത്തിലും ഇന്ത്യയിലും സഹകരണ ബാങ്കുകൾ വഴി ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും അതീതമായി ഒരു വലിയ കെട്ടുറപ്പുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തിരിക്കുകയാണ്. ഒരു അപജയമെന്ന നിലയിൽ ചില കക്ഷികൾ ചില കോണുകളിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ, സഹകരണ മേഖലയെ ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ ഇതിനെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം. എങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് സെക്രട്ടറി ഡെസി കഴിഞ്ഞ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പറവൂർ.